ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, പാല്, പഞ്ചസാര, നെയ്യ്, കണ്ടൻസ്ഡ് മിൽക്ക്, ബദാം, ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, ഉപ്പ്. ക്യാരറ്റ് നല്ല പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറില്ലേ, ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ജാറ്, അതിനകത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പാൻ ചൂടാവുമ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. സാധാരണ ഹൽവ ചേർക്കുന്ന പോലെ ഒത്തിരി നെയ്യൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല, ആകെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുള്ളൂ. നെയ്യ് ചൂടാവുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം തീയിൽ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റണം. നെയ്യ് കുറവാണെങ്കിലും ഇത് അടി പിടിക്കൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാൻ ആവണമെന്നൊന്നുമില്ല. സാധാ ഒരു പാനാണെങ്കിലും താഴെ പിടിക്കൊന്നുമില്ല. എന്താ വെച്ചാൽ കുക്കാവണതിനനുസരിച്ച് ക്യാരറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങും. നന്നായി വഴറ്റി ക്യാരറ്റിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണേ. അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇതിന്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാരയിലത്തെ വെള്ളവും ചെറുതായിട്ട് വന്നു തുടങ്ങും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ക്യാരറ്റിൽ ഇപ്പോൾ പഞ്ചസാരയുടെ ഒരു നനവൊക്കെ ഉണ്ട്. തീ ഇപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല തീയിൽ തന്നെ കുക്ക് ചെയ്യാവുന്നുള്ളൂ. പഞ്ചസാര ക്യാരറ്റിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്യാരറ്റ് പഞ്ചസാരയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹാഫ് കുക്കായിട്ടുണ്ടാവും. നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പാലൊഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റാണ്. പക്ഷെ പണ്ട് ഞാൻ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ വീട്ടിൽ ഈ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ക്യാരറ്റിന് ചെറിയ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കാറുണ്ട്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പാലൊഴിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് മാറും. ഈ പാല് വറ്റുന്നതോടൊപ്പം തന്നെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായിക്കോളും. പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ചൊന്നും വേവിക്കരുത്, അല്ലെങ്കിൽ ആ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അവ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക. പാല് കംപ്ലീറ്റ് വറ്റുന്നതിന് മുമ്പായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പാല് വറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തേക്കും അങ്ങോട്ട് പിടിക്കില്ല. കുറച്ച് നനവുള്ള സമയത്താണെങ്കിൽ എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് പിടിച്ചോളും. പാലൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ക്യാരറ്റും ഏറെക്കുറെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ്, ബാക്കിയുള്ളത് 1 ടേബിൾ സ്പൂണാണ്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നേരെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്കതൊരു ഇച്ചിരി ഇങ്ങനെ കുത്തു വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യണം. പാനിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. തീയൊന്ന് കുറച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാലിൻ്റെ അളവ് 1 കപ്പ് എന്നുള്ള 1.5 കപ്പാക്കാം. പഞ്ചസാരയുടെ അളവ് 5 ടേബിൾ സ്പൂൺ എന്നുള്ള 2-3 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം തന്നെ ഏറെക്കുറെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. നമ്മുടെ സാധാരണ ഹൽവ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കണം. ഇതിന് സ്പൂൺ കൊണ്ട് കഴിക്കുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാതെ എന്നാൽ ചെറിയൊരു മോയ്സ്ചറുള്ള രീതിയിലായിരിക്കണം. ഏറെക്കുറെ ആയി വന്നിട്ടുണ്ട്. പാനിനൊക്കെ നന്നായി വിട്ട് വരുന്നുണ്ട്. ഒരു നുള്ളും കൂടി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിസ്തയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് നല്ല കളർഫുള്ളായിട്ടിരിക്കും. ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ.
ഇത് നന്നായിട്ട് നട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ക്യാരറ്റ് ഹൽവ ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാനില ഐസ്ക്രീമിൻ്റെ ഒപ്പം കഴിക്കാനാണ്. നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സും കൂടി വിതറിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. 10 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നല്ലൊരു ഡിഷായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.